ഹലോ വെൽക്കം ബാക്ക്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയെന്ന് കരുതാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് പോവാം കേട്ടോ. ഇന്നത്തെ വീഡിയോ നമ്മുടെ റമദാന് മുന്നായിട്ടുള്ള ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേൻ്റെ വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ കുക്കിങ്ങും ക്ലീനിങ്ങും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻസ് അറിയിക്കുക, അതുപോലെ തന്നെ ഹൈപ്പും കൂടി ചെയ്യുക കേട്ടോ. കൂടെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനിൽ ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഡീപ്പ് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്ത ദിവസമാണ്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ദിവസം മുന്നേ എടുത്തു വെച്ചതാണ് കേട്ടോ. കുറച്ച് ദിവസം മുന്നേ എന്ന് പറഞ്ഞാൽ ഡിന്നറിന് വേണ്ടി ചിക്കൻ കുറുമ ബ്രെഡും പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ പിറ്റേ ദിവസമാണ്. അപ്പോൾ തലേ ദിവസത്തെ ആ ഒരു ചിക്കൻ കുറുമ ബാക്കിയുള്ളതുകൊണ്ട് തന്നെ ഞാൻ അതൊന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് ഇന്ന് നൂൽപുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് നൂൽപുട്ട്. പക്ഷെ അതിൻ്റെ കൂടെ മസാലക്കറി ഒന്നും താല്പര്യമില്ല കേട്ടോ. സ്റ്റൂവോ അല്ലെങ്കിൽ കുറുമ അങ്ങനെയുള്ള ഐറ്റംസാണ് താല്പര്യം. ഗ്രീൻ പീസ് ആണെങ്കിൽ കേശുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഗ്രീൻ പീസ് സ്റ്റൂ ഉണ്ടാക്കുന്നത്. ഈ നൂൽപുട്ടിൻ്റെയും ഗ്രീൻ പീസ് സ്റ്റൂവിൻ്റെ ഒക്കെ റെസിപ്പി ഞാൻ മുന്നേ ഷോർട്സ് ആയിട്ടും ലോങ് വീഡിയോ ആയിട്ടും ഒക്കെ ഞാൻ ഷെയർ ചെയ്താണ് കേട്ടോ. അപ്പോൾ ആ താല്പര്യമുള്ളവർക്ക് മുന്നത്തെ വീഡിയോസൊക്കെ ഒന്ന് പോയിട്ട് കണ്ടു നോക്കാം. അപ്പോൾ നൂൽപുട്ടിനുള്ള മാവൊക്കെ ഞാൻ തിളച്ച വെള്ളം ഒഴിച്ച് അവിടെ വാട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആ ഒരു ഡിഷ് ട്രെയിനിങ് റാക്കൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കൂടെ തന്നെ ചായയും സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മാവ് ചൂടാറി വരുമ്പോഴത്തേക്കും ചോറിനുള്ള അരിയും കൂടി ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഇന്നൊരു ക്ലാസ് ഉള്ള ദിവസം ആയതുകൊണ്ടാണ് ഇങ്ങനെ ഫുഡ് പ്രിപ്പറേഷനൊക്കെ നടക്കുന്നത്. പൊതുവേ എനിക്ക് ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ലൈറ്റായിട്ട് എന്തെങ്കിലും ആക്കിയതിന് ശേഷം ലഞ്ച് പുറത്ത് പോയി കഴിക്കുക, അല്ലെങ്കിൽ പുറത്തുനിന്ന് നമുക്ക് പാഴ്സൽ കൊണ്ടുവരിക, അങ്ങനെയുള്ള പരിപാടിയാണ് എനിക്കിഷ്ടം. കാരണം കിച്ചണിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മൾ 2-3 മണിക്കൂർ അങ്ങോട്ട് പോവും. പിന്നെ നമുക്ക് ഒരുപാട് ക്ലീൻ ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ എനിക്കാണെങ്കിൽ ഈ വൈകുന്നേരം വരെ പണിയെടുക്കുന്നതിനോടൊരു താല്പര്യമില്ല കേട്ടോ. നമ്മൾ സാധാരണ പണി എപ്പോഴാണോ തീരുന്നത് ആ ഒരു സമയത്ത് തന്നെ കയറാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പണികൾ സ്റ്റാർട്ട് ചെയ്യുന്നതും. അതാകുമ്പോൾ ഇടയ്ക്ക് നമുക്ക് മടി പിടിക്കുമ്പോൾ ലീവ് എടുക്കാനൊക്കെ പറ്റുമല്ലോ. പിന്നെ ഓരോ ദിവസം കുറേശ്ശെ എടുത്താലും മതി. ഈ ഒരു പാത്രം ഞാൻ സ്മാർട്ട് ബസാറിൽ നിന്ന് ജസ്റ്റ് 99 റുപ്പീസിന് വാങ്ങിയിട്ടില്ല കേട്ടോ. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴുകാനും വെള്ളം വാർത്തിയെടുക്കാനൊക്കെ നല്ല ഈസിയാണ് ഇതിലെ. അപ്പോൾ നമ്മൾ കറിക്ക് ഉപ്പേരിക്കൊക്കെ വേണ്ട ഐറ്റംസ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിലൂടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ പാക്കിംഗ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കേശ എണീറ്റത് മുതൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവൾ സ്വന്തമായിട്ട് ചെയ്യും. ഇതും സ്വന്തമായിട്ട് ചെയ്യും. പക്ഷേ അത് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല കേട്ടോ മുടി കെട്ടി കഴിയുമ്പോൾ. അപ്പോൾ അത് മാത്രം ലാസ്റ്റ് ഞാൻ ചെയ്തു കൊടുക്കും. ബാക്കി യൂണിഫോമും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചു കൊടുത്താൽ അവൾ തന്നെ പോയിട്ട് ഒക്കെ ചെയ്തോളും. അപ്പോൾ തലേ ദിവസം നമ്മൾ സ്റ്റീം ചെയ്തെടുത്ത ആ ഒരു ബ്രെഡിൻ്റെ ബാക്കിയും കൂടി ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ് അതിൽ സ്റ്റീം ചെയ്തുകൊണ്ട് തന്നെ നോർമലി എനിക്ക് ഉണ്ടാക്കുന്ന പോലെ വലിയ നൂൽപുട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. ഞാൻ തട്ടിലാണ് പിന്നെ നൂൽപുട്ട് ഉണ്ടാക്കിയത് കേട്ടോ. ആ ബ്രെഡിൻ്റെ ഇതൊക്കെ അതിൽ ഒട്ടി പിടിച്ചിട്ട് നൂൽപുട്ട് നമുക്ക് അതിൽ ഇടാൻ പറ്റില്ല. പക്ഷെ ആ വലിയ തിന്നായിട്ടുള്ള നൂൽപുട്ട് കഴിച്ച് ഈ ചെറിയ കട്ടിൽ നൂൽപുട്ട് കഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബ്രെഡും ചിക്കൻ കുറുമൻ്റെ ആ ഒരു കോമ്പിനേഷൻ നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ആ കുറുമൻ്റെ റെസിപ്പി ഞാൻ റെസിപ്പി ആയിട്ട് അതിൽ പറഞ്ഞിട്ടില്ല. റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് ഷെയർ ചെയ്യാം. പക്ഷെ ഞാൻ എല്ലാ സ്റ്റെപ്സും ആ ഒരു ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. നോർമലി നമ്മളൊരു ബ്രെഡും കറിയും കഴിക്കുന്ന ആ ഒരു ഫീലല്ല. ബ്രെഡ് സ്റ്റീം ചെയ്തൊക്കെ എടുക്കുമ്പോൾ അത് വേറെ തന്നെ ഒരു ഫീലാണ് കേട്ടോ. അങ്ങനെ ചായ കുടി കഴിഞ്ഞ് പുറത്ത് കുറച്ച് പണി ഉണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഹസ്ബൻഡാണ് നനയ്ക്കലും കാര്യങ്ങളൊക്കെ ചെയ്യലും. മൂപ്പർക്ക് കുറച്ച് നേരത്തെ പോകാറുള്ളതുകൊണ്ട് തന്നെ ആ പണിയൊക്കെ എൻ്റെ തലയിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കാണ്ട്, സാധാരണ കുറച്ച് സമയം ഞാൻ ഫോണൊക്കെ തോണ്ടി ഈ ടൈമിൽ ഇരിക്കാറുണ്ട്. പക്ഷെ അതിനൊന്നും നിൽക്കാണ്ട് ഞാൻ വേഗം കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ കറിയും ഉപ്പേരിയൊക്കെ സെറ്റാക്കി വെച്ചാൽ പിന്നെ നമുക്ക് ആ ഒരു ഡീപ്പ് ക്ലീനിങ്ങിലേക്ക് കടക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ലഞ്ചിന് വേണ്ടി ഉണ്ടാക്കുന്നത് വെള്ളരി കറിയും പരിപ്പും വെള്ളരിയിട്ട കറി, അതുപോലെ തന്നെ കോവക്ക ഉപ്പേരി, പിന്നെ ഉണക്കലും അതുപോലെ കോഴിമുട്ട പൊരിച്ചത്, അങ്ങനെ അത്രയും കാര്യങ്ങളാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒന്നും റെസിപ്പി നമുക്ക് ഷൂട്ട് ചെയ്തിട്ടില്ല. ഷൂട്ട് ചെയ്ത ടൈം പോകുന്നുള്ളതുകൊണ്ടും പിന്നെ ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടുമാണ് ഞാൻ റെസിപ്പി ഷൂട്ട് ചെയ്യാതിരുന്നത് കേട്ടോ ഇതിൻ്റെയൊക്കെ. അപ്പോൾ ഇന്നത്തെ എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ വീടിൻ്റെ താഴത്തെ ഭാഗം, അതായത് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ മൊത്തം മാറാല തട്ടിയെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ പ്ലാന്. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം, അതായത് ഈ വീഡിയോ എടുത്തതിൻ്റെ പിറ്റേ ദിവസം ഞാൻ മേലത്തെ നില മാറാല തട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓരോ ദിവസവും ക്ലീനിങ് ചെയ്യാറുള്ളത്. പിന്നെ ഇത് റമദാനിന് വേണ്ടിയുള്ള ഡീപ്പ് ക്ലീനിങ് മാത്രമല്ല, ഞാൻ ഇതുപോലെ ഇങ്ങനെ ഓരോ ദിവസം ഓരോരോ ഏരിയ ഇങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഓവറായിട്ട് റമദാനിന് വേണ്ടി ഡീപ്പ് ക്ലീൻ ചെയ്യാൻ മാത്രമുള്ളതൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് എനിക്കത് അത്ര വലിയ ടയറിങ് ആയിട്ട് തോന്നുന്നുമില്ല. അപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കുറച്ച് നേരത്തെ തുടങ്ങുക. ഓരോ ദിവസം കുറച്ച് പാർട്സ് ആയിട്ട് ചെയ്യുക.
അതാകുമ്പോൾ പിന്നെ നമുക്ക് ആ ഒരു ക്ഷീണമോ തളർച്ച കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അന്ന് ഇട്ട ഒരു റെയിൻബോ പിക്കിളാണ് കേട്ടോ. അത് ഫസ്റ്റത്തെ 2 കുപ്പി പെട്ടെന്ന് തന്നെ തീർന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മൂന്നാമത്തെ ഒരു ബോട്ടിൽ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ആ ഒരു വെള്ളത്തിലേക്ക് ഞാൻ ഒരു പേരക്കം കൂടി ഉണ്ടായിരുന്നു, അതും കൂടി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കുറച്ച് ഉപ്പും കൂടി ഞാൻ ജസ്റ്റ് അതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ബാക്കിയുള്ള ഫ്രൂട്ട്സും ഇതൊക്കെ അതിന് നേരത്തെ ഇട്ടതുകൊണ്ട് തന്നെ ഉപ്പ് കുറച്ച് അത് വലിച്ചെടുത്തിട്ടുണ്ടാവും. വേറെ ഒന്നും എക്സ്ട്രാ അതിലേക്ക് ആഡ് ചെയ്യുന്നില്ല, സെയിം വെള്ളത്തിലേക്ക് തന്നെ കേട്ടോ ഇട്ടെടുത്തത്. പിന്നെ നമുക്ക് കുറച്ച് ആ ഒരു ഉപ്പിലിടുന്ന ടൈപ്പുള്ള ആ ഒരു മാങ്ങ കിട്ടിയിട്ടുണ്ട്. മാങ്ങേൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഈ മാങ്ങ കഴുകാനെടുത്തപ്പോഴാണ് എനിക്ക് അബദ്ധം മനസ്സിലായത്. അയാൾ എൻ്റെ അടുത്ത് വാങ്ങിക്കുന്ന സമയത്ത് ഞെട്ടി വേണോ വേണ്ടത് ചോദിച്ചാൽ ഞാൻ ഓർമ്മയില്ലാണ്ട് വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് ഉപ്പിലിടുമ്പം കേടാവാണ്ടിരിക്കാൻ അതിൻ്റെ കറ ബെസ്റ്റാണ്. അപ്പോൾ ഞെട്ടിയോടുകൂടി വാങ്ങിച്ചാലാണ് അത് കറ കിട്ടുള്ളൂ. പക്ഷെ എന്ത് ചെയ്യാൻ, വാങ്ങിച്ചു പോയില്ല. ഇനിയിപ്പോൾ തൽക്കാലം അങ്ങനെ അങ്ങോട്ട് ഉപ്പിലിടാമെന്ന് വെച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാങ്ങ കഴുകി ഞാൻ വെയിലത്ത് കുറച്ച് സമയം ഒന്ന് ഉണക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. കൂടുതൽ പഴം ഞാൻ തോല് കളഞ്ഞ് ഉണക്കാൻ വെച്ച് കണ്ടില്ലേ. ഇതെന്തിനാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും. അത് വഴിയെ നമുക്ക് ഞാൻ ഷോർട്സിലൂടെ അറിയിക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ റേക്കൻ്റെ ഒരു മിഡ് ഡേ സ്നാക്കായിട്ട് പഴം ഒന്ന് ചുട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അവൾക്ക് പഴം പുഴുങ്ങിയതും ചുട്ടതും വാട്ടിയതും അങ്ങനെ പച്ചക്ക് വല്ലാണ്ട് കഴിക്കില്ല. പക്ഷേ പഴം വേറെ എന്തെങ്കിലുമൊക്കെ കുളത്തിലാക്കി കൊടുത്താൽ കഴിച്ചോളൂ. അപ്പോൾ അതവിടെ ചുടാൻ വേണ്ടി വെച്ചു. അതിൻ്റെ കൂടെ തന്നെ മാങ്ങ ഉപ്പിടാനുള്ള ആ ഒരു ഭരണിയും കൂടി ഞാൻ ഒന്നുകൂടി കഴുകി വെച്ചിട്ട്, ഓൾറെഡി കഴുകി വെച്ചതാണ്, പക്ഷെ എന്നാലും ഒന്നുകൂടി വെയിൽ കൊണ്ടോട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പപ്പടക്കോലിൽ കുത്തി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇങ്ങനെ തിരിച്ചു മറിച്ചു അങ്ങനെ ചുട്ടെടുക്കലാണ്. എന്നിട്ട് ഇതുപോലെ ഫോർക്ക് വെച്ച് ചെറിയ പീസാക്കി കട്ടാക്കിയിട്ട് കൊടുത്താൽ ഓൾ അങ്ങനെ കുത്തി ഇങ്ങനെ കഴിച്ചോളും. പഴം വീട്ടിലുള്ള ദിവസമാണെങ്കിൽ ഞാൻ അവൾക്ക് ആ ഒരു 11 മണി 12 മണി ആ ഒരു സമയമാകുമ്പോൾ ഇതാണ് കൊടുക്കൽ, പഴം ചുട്ടതോ അല്ലെങ്കിൽ പുഴുങ്ങിയതോ. അതല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം കഞ്ഞി കൊടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ ബാക്കിയൊക്കെ നമ്മൾ കഴിക്കുന്ന ഫുഡ് എന്താണോ അതൊക്കെ തന്നെ. ഞാൻ പിന്നെ ഇങ്ങനെ ഈ ഒരു മിഡ് ഡേ സ്നാക്ക് അങ്ങനെ കഴിക്കാൻ നിൽക്കാറില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. ഞാനൊരു പണി വിചാരിച്ചാൽ എനിക്കത് ഫുള്ള് ചെയ്ത് തീർക്കാണ്ട് ഫുഡ് കഴിക്കാൻ തോന്നില്ല. അതിനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ച് ആണെങ്കിലും ഒക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും പണി വിചാരിക്കുമ്പോൾ ആ ഒരു ബ്രേക്കും കൂടി കണക്കാക്കിയിട്ട് വിചാരിക്കുള്ളൂ. കാരണം വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് ആക്കാണ്ട് എനിക്കത് നിർത്താൻ വേണ്ടി തോന്നില്ല. അങ്ങനെ നമ്മൾ ഡീപ്പ് ക്ലീനിങ്ങിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ. മാറാല തട്ടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാ ചുമരും അതുപോലെ സീലിങ്ങും കംപ്ലീറ്റ് ആയിട്ട് തട്ടുക എന്നുള്ളതാണ്. ജസ്റ്റ് കോർണർ കാര്യങ്ങൾ മാത്രമല്ല, എല്ലാ ഏരിയയും കംപ്ലീറ്റ് ആയിട്ട് തട്ടി കൊടുക്കുക. കാരണം പല സ്ഥലത്തും നമ്മൾ രാത്രി ലൈറ്റ് ഇടുമ്പോൾ മാത്രം കാണുന്ന ഒരു സംഭവമാണ് ഈ ഒരു മാറാല എന്ന് പറഞ്ഞാൽ. കൂടെ ഫാനും കൂടി ഒന്ന് തട്ടി കൊടുക്കണം. അപ്പോൾ പിന്നെ നമുക്ക് ഫാന് തുടയ്ക്കുന്ന സമയത്ത് ആ ഒരു മാറാല അല്ലെങ്കിൽ പൊടിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇങ്ങനെ തട്ടിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ക്ലീൻ ആയിട്ട് നമുക്ക് നനഞ്ഞ തുണി വെച്ചിട്ട് തുടച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ വീഡിയോസ് ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. പിന്നെ നമ്മൾ തുടയ്ക്കലും മടിക്കലൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. ഇത് വൈകുന്നേരത്തെ ഒരു സീനാണ്. ചില ദിവസം നമ്മൾ ഇതുപോലെ ഇങ്ങനെ പാടത്തേക്കൊക്കെ പോകും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ.